സുഹൃത്തുക്കളെ, നാം ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയ വിഷയം ഇന്നറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രമായ കൃപാസനത്തെ കുറിച്ചാണ്. ഒരുപാട് ചർച്ചകൾ ഈ ധ്യാന കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി നടക്കുന്നത് യൂട്യൂബിലൊക്കെ നാം കാണുന്നുണ്ട്. അവിടെ പോയി ഉടമ്പടി വച്ചാൽ അവരനുസരിക്കുന്ന രീതിയിലൊക്കെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ അത്ഭുതകരമായ സിദ്ധികൾ ലഭിക്കും, അച്ചട്ടാണ് അവിടെ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനസഞ്ചയം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ ജപമാല റാലിയിലെ 1.5 ലക്ഷം പേരാണ് പങ്കെടുത്തതെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ധാരാളമുണ്ട്. നേരെ മറിച്ച് അതിനെതിരെ അതിശക്തമായി നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ ദർശിക്കുന്നുണ്ട്. ഈ സിദ്ധന്മാരൊക്കെ എവിടെ ആയിരുന്നു കോവിഡ് ഉണ്ടായപ്പോൾ എന്നൊക്കെ ചോദ്യം, അത് പ്രസക്തമാണോ ഇല്ല എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അതുപോലെ തന്നെ ഇതെല്ലാം തട്ടിപ്പാണ്, പണം ഉണ്ടാക്കാനുള്ള വഴിയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുമൊക്കെ ധാരാളമുണ്ട്. വളരെ പരസ്യമായിട്ട് തന്നെ അതിൻ്റെ സുപ്പീരിയറെ, അതിൻ്റെ ചുമതലക്കാരനെയൊക്കെ അവഹേളിച്ചും പുച്ഛിച്ചും പരിഹസിച്ചുമൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മുടെ വിലയിരുത്തൽ എന്താണ്? ഫലസമൃദ്ധി ഉണ്ട് എന്നതിന് ഒരു സംശയവുമില്ല. കാരണം ആളുകൾ പറയുമ്പോൾ നമ്മളത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഫലസമൃദ്ധിയുണ്ട്, പക്ഷെ എവിടെയാണ് അതിന്റെ അടിസ്ഥാനം കിടക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിലേക്ക് തിരിയണം. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവരുടെ കൂട്ടായ്മകളിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ രോഗശാന്തി സുലഭമായിട്ട് മറന്നിരുന്നു നമുക്ക് കാണാൻ കഴിയും. പത്രോസിന് നിഴലേറ്റാൽ രോഗം സൗഖ്യമാകും എന്ന് കരുതുന്ന ആളുകൾ നമുക്ക് നടപടി പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലിഹായുടെ തൂവാല അതേ സ്പർശിച്ച രോഗ സൗഖ്യം ഉണ്ടാകുമെന്ന് പറയുന്ന രീതികൾ നമ്മൾ അവിടെ കാണും. അപ്പൊ അതുകൊണ്ട് ഈ രോഗശാന്തി എന്ന് പറയുന്നതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല എന്നുള്ള അടിസ്ഥാന തത്വം അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവ സാന്നിധ്യത്തിന്റെ ഇന്റൻസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിലൂടെയും രോഗശാന്തി പോലെയുള്ള അടയാളങ്ങൾ സംഭവിക്കാതെ അടയാളങ്ങളാണ്. രോഗശാന്തി നൽകാനായിട്ടല്ല തമ്പുരാൻ ഈ പ്രസ്ഥാനമൊക്കെ നമുക്ക് നൽകിയിരിക്കണം. രോഗശാന്തി ഒരു അടയാളം നൽകേണ്ടിടത്ത് നൽകും. അല്ലെങ്കിൽ അൽഫോൻസാമ്മയ്ക്ക് നൽകാൻ പാടില്ലായിരുന്നു. അൽഫോൻസാമ്മ നേരെ തിരിച്ചല്ലേ പറഞ്ഞത്, ഒരു രോഗം പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു രോഗം തന്നേക്കാൻ, നിനക്ക് വേണ്ടി സഹിക്കാൻ ഇത്രയധികമായി നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ആ സഹനത്തിന് വേണ്ടി നീ തന്നേരെ അടുത്ത രോഗം. അതുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്ററിറ്റി ഗോസ്പൽ അല്ല നമ്മളവിടെ കാണുന്നത്, അൽഫോൻസാമയെ കാണുന്ന ശക്തമായ മോഡേൺ മെസ്സേജാണ്. അപ്പൊ അതുകൊണ്ട് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നൊന്നും കരുതരുത് ഇങ്ങനെയുള്ള ധ്യാനകേന്ദ്രങ്ങളൊക്കെ. എന്നാൽ അതേ സമയത്ത് അടയാളങ്ങളായി രോഗശാന്തികൾ സംഭവിക്കാം. എക്സാജറേറ്റ് ചെയ്യുകയും വിപുലപ്പെടുത്തുകയും ചെയ്യുന്നത് പോപ്പുലർ സാഹചര്യങ്ങളാണ്, വ്യക്തികളാണ്. അല്ല അവിടെയുള്ള അധികാരികളോ ഒന്നുമല്ല. അവിടെയുള്ള പത്രം അത് കലക്കി കുടിച്ചാൽ രോഗം ഭേദാകും എന്നൊക്കെ ധരിച്ചു വെച്ചിരുന്ന ഓരോ വൈദികനും അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സാജറേഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ലൂർദ് എടുത്തു നോക്കുകയും, വാസ്തവത്തിൽ അവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്ന ലൂർദിൽ. പോയിട്ടുള്ളവർക്കറിയാം. ഞങ്ങൾ 4 വൈദികർ ഒന്നിച്ചു ചേർന്ന് അവിടെ ലൂർദ് സന്ദർശനമായിട്ട് പോയത് ഓർക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 4-5 ചെറുപ്പക്കാർ കൈ നീട്ടി വന്നിരിക്കുക. അതെന്താ ഇത്? അപ്പൊ അങ്ങോട്ട് നിങ്ങളുടെ കയ്യിലുള്ള ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ്. ഇപ്പൊ നമ്മൾ ആദ്യം സംശയിക്കരുത് കള്ളന്മാരാണ്. കള്ളന്മാരല്ല, അവിടെ ശുശ്രൂഷ ചെയ്യാൻ നിയോഗം വെച്ച് നേരത്തെ നേർന്നിട്ടുള്ള ചെറുപ്പക്കാര് ഞങ്ങളുടെ അടുത്ത് വന്ന അമേരിക്കൻ യൂത്താണ്. അവർ 1 മാസത്തേക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് എത്തിയിരിക്കുക, 100 കണക്കിന് ആൾക്കാർ. അപ്പൊ നമ്മൾ ചെന്ന് ഇറങ്ങിയോ നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗൊക്കെ അവരെടുത്ത് തലയിൽ വെച്ചിട്ട് അവർ നടന്നോളാൻ പറഞ്ഞ് കൂടുതൽ നടന്ന് നമ്മൾ താമസിക്കേണ്ട സ്ഥലത്ത് അവർ നമ്മളെ കൊണ്ടാക്കി അവിടെ നമ്മുടെ പെട്ടി എടുത്ത് വെച്ച് വളരെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകി, ഇന്നടത്തുനിന്ന് ഇന്ന അപ്പ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഭക്ഷണശാലയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ താമസിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരു ശുശ്രൂഷയല്ലേ, ഒരു നിയോഗമല്ലേ.
അവർക്കറിയാമല്ലോ അവരെന്തിനാ നിയോഗം വെച്ചത്. ഒരു മാസം ഈ ലൂർദിൽ ശുശ്രൂഷ ചെയ്താൽ ഒരു അനുഗ്രഹിക്കപ്പെടുന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്. അത് അമേരിക്കൻ യൂത്ത് ആണെന്ന് ഓർക്കും. രണ്ട് കാര്യങ്ങളെ അവിടെയുള്ളൂ, ഗ്രോട്ടോ താഴെ, മുകളിൽ ബസിലിക്ക. ഗ്രോട്ടോയിൽ പോയി കുർബാന രാവിലെ കുർബാന കഴിഞ്ഞാൽ ജപമാല പ്രദർശനം. ആ ജപമാല പ്രദർശനം ഇങ്ങനെ സാവധാനം നടന്നു നീങ്ങി ബസ്സിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ജപമാല അവസാനിക്കും. ഇതാണ് ആദ്യത്തെ ഒരു ചടങ്ങ്. പിന്നെയുള്ള രണ്ടാമത്തെ ചടങ്ങ് വൈകുന്നേരം ഇത് തന്നെ കുർബാന കഴിയുന്നു, ദീപികാരന്റെ പ്രദർശനമാണ്. ആ ദീപികാരന്റെ പ്രദർശനം ദേവാലയത്തിന്റെ ബസിലിക്ക മുമ്പിൽ വരുമ്പോൾ അവിടെ മുഴുവൻ രോഗികളെ കൊണ്ട് കിടത്തിയിരിക്കും, നിറച്ചിരിക്കും. അവിടെ ദീപികാരനും വെച്ച് ആശീർവാദം കൊടുത്തിട്ട് അത് ദേവാലയത്തിൽ കടന്നുപോയി അതിന് വാഴ്വ് നടത്തുക സംഭവം. ഈ രണ്ട് കാര്യങ്ങളെ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ ശാസ്ത്രം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും വളരെയധികമായിട്ട് പ്രകീർത്തിക്കപ്പെടുന്ന ഒരുപാട് ഹീലിങ്ങുകൾ അവിടെ ഉണ്ടായി എന്നുള്ള പരമസത്യം. അതെങ്ങനെയാ ഉണ്ടായത്? ഇന്റൻസ് ആയിട്ടുള്ള പ്രാർത്ഥന അന്തരീക്ഷത്തിന്റെ ഫലമായി ദൈവകാരുണ്യ സാന്നിധ്യം, ഈശ്വര സാന്നിധ്യം വളരെ പ്രകടമായിട്ട് അനുഭവപ്പെടുന്നതിന്റെ ഫലമാണ്. അതൊരു തത്വം നാം അംഗീകരിക്കേണ്ട കാര്യമാണ്. ലോകത്തിന്റെ അന്തരീക്ഷം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇല അരങ്ങുന്ന ശബ്ദം പോലും കേൾക്കാനുണ്ടാവില്ല, ജപമാലയുടെ സ്വരമില്ലാതെ മറ്റൊന്നും കേൾക്കാനുണ്ടാവില്ല. അവിടെ പുൽത്തകടിയിൽ ചമ്പ്രം മടഞ്ഞിരുന്നുകൊണ്ട് ധ്യാനനിരതനായിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രങ്ങളിലുള്ള അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരുപോലെ ഒരേ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ശക്തി പ്രവഹിക്കില്ലേ? അവിടെ ആധ്യാത്മിക ശക്തി ഉണ്ടാവില്ലേ? അതൊക്കെ തട്ടിപ്പാണെന്ന് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പോയി കുർബാനയില്ല 4-5 വൈദികർ ഒന്നിച്ച് ചേർന്ന് കുർബാന, സീറോ മലബാർ കുർബാന മലയാളത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചൊല്ലാനായിട്ട് ആരംഭിക്കുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പക്ഷേ പ്രസംഗം പറയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 100 കണക്കിന് മലയാളികൾ ഇവിടെ ഉണ്ടായി, 100 കണക്കിന് മലയാളികൾ. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ എല്ലാം വ്യാപിച്ചു ചേർന്ന് ജനങ്ങളുടെ ഇടയിലൂടെ മലയാളികളും ഉണ്ടായിരുന്നു. അവർ മലയാളം കേട്ടപ്പോൾ വന്ന് കുർബാനയിൽ പങ്കെടുക്കാനായി. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ഒരു ത്വരയുണ്ട് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയി അവിടെ ഒരു അനുഭവത്തിന് വിധേയമാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ദൈവാനുഭവം അവിടെ ഉണ്ടാകുന്നു നമുക്ക് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. പിന്നെ എന്താ അതിന്റെ പിന്തുണയിരിക്കുന്ന അമ്മയല്ലേ? കൃപാസന മാതാവ് എന്നൊക്കെ പറയും. മാതാവിന് പല പേരിട്ടാണെങ്കിലും അമ്മ ഒരാൾ തന്നെയാ, അതല്ലേ സംഗതി. എവിടെ? ഫാത്തിമയിൽ തന്നെയല്ലേ? ഫാത്തിമയിൽ എന്താ സംഭവിക്കുന്നത്? ആ ജപമാല പ്രദർശനത്തിന് 10,000 പങ്കെടുക്കുന്നു. ഫാത്തിമ മാതാവിനുള്ള ബന്ധമല്ലായിരുന്നു ജോൺ പോൾ സെക്കൻഡ് മാപ്പാപ്പായെ അത്ര ശക്തനാക്കി നിർത്തിയിരുന്നത്. വെടികൊണ്ടപ്പോൾ പോലും അമ്മ വന്ന് സംരക്ഷിക്കുന്ന അനുഭവം ഉണ്ടാവുകയും അവസാനം ഒരു വർഷം മെയ് 13-ാം തീയതി വെടിയേറ്റെങ്കിൽ പിറ്റേ വർഷം അതേ സമയത്ത് ആ വെടിയുണ്ട കൊണ്ടുപോയി ഫാത്തിമയിലെ തിരുസ്വരൂപത്തിന്റെ ശിരസിൽ കൊണ്ട് വെച്ചു. മനസ്സിലാക്കണം, അവിടെ കണ്ട ആ ശിരസ് ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അത്ഭുതകരമായ അടിയന്തരീയമായ അതിസ്വാഭാവികമായ കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളാണെന്ന് ഉണ്ടോന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അദൃശ്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദൃശ്യമായ അമ്മയാ നിൽക്കുന്നേ. ഈ അമ്മ ആരാണ്? ചുമ്മാ ഒരു സ്ത്രീയാണോ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു അമ്മയുണ്ട്. സ്ത്രീയും നിന്റെ സന്തതികളും സ്ത്രീയുടെ സന്തതി തമ്മിൽ ശത്രുത ഉളവാക്കും, സ്ത്രീയുടെ സന്തതിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞത് ആരോടാ? അത് അമ്മയെ മുൻകൂട്ടി കണ്ടുള്ള ഒരു പ്രവചനമല്ലേ? സ്ത്രീ ഭാവിയിൽ അത് സഭയാണ്, അതേസമയത്ത് അതിന്റെ പ്രതിരൂപം അമ്മയാണ്. നിന്റെ തല തകർക്കും. അമ്മയെ നാം കാണുമ്പോൾ സഭയായിട്ട് വേണം കാണാനായിട്ട്. അമ്മ സഭയുടെ പ്രതിരൂപം കൂടിയാണ്. അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ കണ്ടില്ലേ? വേറെ സമൂഹത്തിൽ കണ്ടില്ലേ? കാനായിലെ കല്യാണ വേളയിൽ സ്ത്രീ നിൽക്കുന്ന കണ്ടില്ലേ? മനുഷ്യന്റെ വേദന അന്വേഷിച്ച് പോയിട്ട് അവന്റെ വേദനകളും ദുഃഖങ്ങളും കണ്ണീരും ഒക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി അമ്മ പോയി നിൽക്കുന്ന കണ്ടില്ലേ? ആ അമ്മ വിളിച്ച മകനോട്, മോനെ ഇവന്റെ വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നു പോകുന്ന വിടത്തിൽ നമ്മൾ സാധാരണ വിരുന്നിന് എന്തെങ്കിലും കുറവ് വരുമ്പോൾ കുറവല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ് തീർന്നു പോയാൽ ആ പെൺകുട്ടിയുടെ കല്യാണം പിന്നെ ജീവിതത്തിൽ നടക്കില്ല. നമുക്ക് അപ്രകാരമുള്ള ചിട്ടയാണത്. ആ കുഞ്ഞകത്തിരുന്ന് കണ്ണീർ പ്രവഹിക്കുന്ന അമ്മയുടെ ഹൃദയത്തെ തട്ടി. അതുകൊണ്ടാണ് പറഞ്ഞ് മാനെ അവിടെ തീർന്നുപോയി വീഞ്ഞം. അപ്പൊ 6 കൽപ്പനയിൽ ഉണ്ടായിരുന്ന വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ് വെള്ളം നിറച്ചു. അവസാനത്ത് വിളമ്പിക്കോളാൻ പറഞ്ഞ് വിളമ്പിയപ്പോൾ അത് വീഞ്ഞായിട്ട് മാറി. ഞാനത് വിശദീകരിക്കാൻ പറഞ്ഞതല്ല. അവരെ അമ്മയുടെ സാന്നിധ്യത്തിന്റെ മധ്യസ്ഥതയുടെ ശക്തി വിശേഷം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണുകയാണ്. ഈ അമ്മയാണ് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ അമ്മ നിന്നപ്പോ യോഹന്നാൻ പറഞ്ഞ, ഇതാ യോഹന്നാനെ നിന്റെ അമ്മ. മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ആളാണ് ദൈവമാതാവെന്ന കാര്യം നമ്മൾ ഇനിയും പറഞ്ഞ് പഠിപ്പിക്കണമല്ലോ അവരെയും.
ആ വിശ്വാസമൊന്നും നമുക്ക് കളഞ്ഞു കുളിക്കാൻ പാടില്ല. അത് ശക്തി പകരുന്ന വിശ്വാസം തന്നെയാണ്, ഒരു സംശയവുമില്ല. കർത്താവ് പ്രവർത്തിക്കുന്ന പരിധി വല്ലതും ഉണ്ടോ? ഇപ്പൊ ഈയിടെ കണ്ടില്ലേ, ഹമാസിന്റെ സ്ഥാപകന്റെ മകള്, അവൾക്ക് രാത്രിയിൽ ഈശോയുടെ ദർശനമുണ്ടായി. അവൾ പരസ്യമായിട്ട് പറഞ്ഞു യേശുവിനെ സ്പർശിച്ചു. അപ്പൊ അന്ന് വരെയും വിചാരിച്ചിരുന്ന എല്ലാ ക്രിസ്ത്യാനികളും കൊല്ലണമെന്നാ. ഞാൻ എല്ലാവരും മാപ്പ് ചോദിക്കുന്നു, യേശു എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെന്ന് പറഞ്ഞ് വാർത്തയായിട്ടുണ്ടത്. CNB ന്യൂസിന് നൽകിയ വാർത്തയിലാണ് വന്നിരിക്കുന്നത്. നിസ്സാര കാര്യത്തില്ല. അപ്പൊ കർത്താവിന്റെ സ്പർശനം അദൃശ്യമായിട്ടുണ്ടാകുന്ന ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന കുറിച്ചും നിഷേധിക്കാൻ നമുക്ക് പറ്റിയില്ല. ജോൺ ബോസൊക്കെ പാപ്പ ഇതുപോലെ തന്നെയല്ലേ. അതുപോലെ തന്നെ ഫാത്തിമാലെ, ഫ്രാൻസിസ്, ജസീന്ത, ലൂസി ഇങ്ങനെ ആൾക്കാരുടെ അനുഭവം. അപ്പൊ ലക്ഷ്യബോധം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് നമ്മൾ രോഗിയാകും. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട പോലെ തിരിച്ച് ലക്ഷ്യത്തിലേക്ക് നമ്മൾ കോൺഫിഡന്റ് ആയി. ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന് കുറേയേറെ പേരെ, 1000 പേരെ അദ്ദേഹം ചെക്ക് ചെയ്തതിന് ശേഷം ആളുകളുടെ കോൺഫിഡൻസ് അടിച്ച് നാലായിട്ട് തിരിച്ചു. ഡെവലപ്ഡ് ആയിട്ടുള്ള പക്വതയുള്ള വ്യക്തികൾ ഒരു വിഭാഗം, ഡെവലപ്പിംഗ് ആയിട്ടുള്ള വേറൊരു വിഭാഗം, മൂന്നാമത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അവരാണ് ഏറ്റവും കൂടുതൽ 60%. അവസാനം ഒരു തരത്തിലും ഇല്ലാത്ത അൺഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 4 വിഭാഗമാണ്. അതായത് ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്, അണ്ടർ ഡെവലപ്ഡ് ആൻഡ് അൺഡെവലപ്ഡ്. അതില് അദ്ദേഹം കണ്ടെത്തി ഏറ്റവും വലിയ രോഗികളെ ഈ അൺഡെവലപ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളിലാണ്. അപ്പൊ നോക്കിയേ, മനസ്സിന്റെ ശക്തിയും കരുത്തും അതിനാശ്രയിച്ചാണ് രോഗങ്ങളുടെ വരവും പോക്കും ഒക്കെ. സംശയമില്ലാതെ ഇവിടെയാണ് നമ്മൾ ഈ ധ്യാനകേന്ദ്രങ്ങളിൽ പോയിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവാത്മാവിലൂടെ ശക്തി കടന്നു വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശക്തി കൂടുമ്പോൾ അതിന്റെ ഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ക്യാൻസറിന് പോലും ഇങ്ങനെയുള്ള മനസ്സിനെ അത് തകർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് തൻ്റെ ഇടമായിരിക്കും ഉണ്ടാകും. ചില വ്യക്തികൾ കണ്ടില്ലേ, ക്യാൻസർ രോഗികളായിട്ട് തീർന്നത് പോലും നല്ല കോൺഫിഡൻസോട് കൂടി പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇങ്ങനെയുള്ള വലിയ ദൈവിക സാന്നിധ്യത്തിന്റെ പക്വത കടന്നു വരുന്നതുകൊണ്ടാണ്. ഒരു ധ്യാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നന്മയുടെ വിളനിലം തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. അതേക്കുറിച്ച് ഒട്ടും സംശയിക്കാം. നമുക്ക് ധാരാളം ധ്യാനകേന്ദ്രങ്ങൾ ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പോ സ്വയം മതിപ്പില്ലാത്ത വരുന്ന വ്യക്തി, തന്നെ തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെയാണ് വല്ലാത്ത തരത്തിലുള്ള വലിയ ഡിപ്രഷനും കോപവും ആത്മഹത്യ പ്രമുഖവും അതുപോലെ തന്നെ ലഹരിയുടെ സ്വാധീനവും ഡ്രഗ് അഡിക്ഷനും ഒക്കെ ആയിട്ട് നടക്കുന്നില്ല നമ്മുടെ ചുറ്റുപാട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം. ഇതെല്ലാം കണ്ടുകൊണ്ടേ ഇവർക്കൊക്കെ പരിഹാരം അവർ കിട്ടുന്നു, ഏറെക്കുറെയെങ്കിലും കിട്ടുന്നു, വിശ്വസിച്ച് പോകുന്ന ആൾക്കാർ കിട്ടുമെന്ന് പറയുമ്പോൾ ആ നന്മ നിഷേധിക്കാൻ ആർക്ക് വരും? സർക്കാരിന് പറ്റുമോ നന്മ നിഷേധിക്കാനായി? സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം നമുക്കുണ്ടാകും. ഇവിടെ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവര് പറയുന്ന ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ സഭ നിഷ്കരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഉടമ്പടി പറയുന്നില്ല. അതനുഷ്ഠിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ ആൾക്കാരൊക്കെ അവിടെ ഉടമ്പടി എടുത്തു, അവരിങ്ങനെ അത് കഴിഞ്ഞ് അവർക്ക് ഇന്ന അനുഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ അധികം വിചാരിക്കേണ്ട. സഭ പറയുന്ന കാര്യങ്ങൾ ഉടമ്പടി എന്ന രീതിയിൽ അവർ നൽകപ്പെട്ടിരിക്കുന്നത് അവർ ചെയ്യുമ്പോൾ അതിന് വിധേയമാകുമ്പോൾ അതിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് കരിസ്മാറ്റിക് മൂവ്മെന്റ് അടുത്ത ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദാനമായി ദൈവം തന്നതാണ് ആ മൂവ്മെന്റ്. ആ മൂവ്മെന്റിലൂടെ എന്തെല്ലാം നന്മയുണ്ടായി. ദൈവവചനത്തിലേക്ക് ജനത്തെ തിരിക്കാൻ പറ്റി, പ്രാർത്ഥനയുടെ ആഭിമുഖ്യം വളർത്തിയെടുക്കാൻ പറ്റി. അങ്ങനെ കുറെ ഭയങ്കരമായ അത്ഭുതകരമായ നന്മകൾ ഉണ്ടായി. പക്ഷേ എല്ലാ നന്മയുടെയും കൂടെ ഒരുപാട് തിന്മകളും കടന്നു വരും. അങ്ങനെയാണ് ഈ മങ്ങലുണ്ടായത്, ധ്യാനകേന്ദ്രത്തിൽ മങ്ങലുണ്ടായത്. ഇതിനകത്തെല്ലാം ചെന്ന് പെട്ടിട്ട് അതിനകത്തോട് വരുന്ന സാമ്പത്തിക നേട്ടം കണ്ടുകൊണ്ട് ചില സിദ്ധന്മാരായിട്ട് അങ്ങ് ചമഞ്ഞു. അങ്ങനെ സിദ്ധന്മാരായവരാണ് നമുക്ക് ചുറ്റുവലം കാണുന്ന കണ്ണഞ്ചപ്പിക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. പൗരികതയുടെ പരിവേഷം അണിഞ്ഞു പോകുന്നതിന്റെ അടിസ്ഥാന സംഗതി ഈ വഴി തെറ്റലാണ്. അത് നമ്മൾ എതിർക്കേണ്ട കാര്യമാണ്. അതൊരു വലിയ ഒരു ഇതുകൊണ്ടാണ് ആളുകൾ ഇതിനെയൊക്കെ വിമർശിക്കാൻ ഇടയാകുന്നത്. ഇതിലൊക്കെ ചേർന്ന് തന്നെ ആളുകൾ അപ്പം എടുത്തു ചാടിയിട്ട് പിന്നെ അവന് നിത്തനായിട്ട് പരിണമിച്ചിട്ട് അവര് വല്ലതും പഠിച്ചിട്ടാണോ? ഒന്നും പഠിച്ചിട്ടില്ലോ. പിന്നെ എന്താണ്? ജനത്തെ ചുമ്മാ ഭയപ്പെടുത്തി മരിച്ചുപോയ ആളുകളുടെ സ്വാധീനമാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തം ഇന്നതൊക്കെയാണ്. അതുകൊണ്ട് പേടിപ്പിച്ചിട്ട് അവസാനം അതുകൊണ്ട് ഇന്നെ പരിഹാരം ചെയ്യണം, ഇത്തരത്തിൽ പണം ചെലവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നന്മ കർത്താവിന് വരുന്ന നന്മയല്ല, അത് പൈശാചികമാണ്. അതിന് ചിലപ്പോൾ വൈദികര് പോലും വിധേയരാകുന്നതാണ്. ഇങ്ങനെയുള്ള സിദ്ധന്മാരെയൊക്കെ ഒരു അടിസ്ഥാനവുമില്ലാതെ ദേവാലയത്തിൽ കയറ്റി നിർത്തി ജനത്തോട് സംസാരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന അജപാലന പരാജയമാണ്, തെറ്റാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അവരെ എന്ത് അഭിഷേകമുള്ളത്, എന്താ ഉള്ളത്?
അതായത് എന്ത് പഠനമാണുള്ളത്, എന്താ അവർക്ക് കിട്ടിയിരിക്കുന്നത്, അവരിൽ എന്ത് പ്രത്യേകതയുള്ളത്. ആരോപണ വിധേയരായവരെ പോലെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു കൊണ്ടു നടക്കുന്ന വൈദികരുണ്ട്. അത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല. അതുകൊണ്ട് ശാപം വലിച്ചു വെച്ചിരിക്കുന്നത് ശാപത്തിൽ നിന്ന് വെറുതെ കിട്ടണമെങ്കിൽ ഇന്നതിനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പിടിച്ചു വെച്ചാൽ കർത്താവ് എന്താ പറഞ്ഞ ഇവൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ അതെ ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കാനാണ്, അല്ല അവന്റെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിന്റെയും കുറ്റിന്റെയും പലവൊന്നുമല്ല എന്ന കാര്യം പ്രത്യേകം. അതുകൊണ്ട് സിദ്ധം ചമഞ്ഞ് നടക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധ്യാന കേന്ദ്രങ്ങളിൽ നന്മ എടുക്കണം. അതേ സമയത്ത് ഇടവക ദേവാലയത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലിയർപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മുടെ അനുഗ്രഹം കവിഞ്ഞൊഴുകുന്നത്. അതിനൊരു പകരമാക്കാൻ പാടില്ല ധ്യാന കേന്ദ്രങ്ങൾ. ഇടവദേവാലയം അകന്നുമാറി ധ്യാന കേന്ദ്രങ്ങൾ നടക്കുന്നത് ക്രൈസ്തവമല്ല. ധ്യാന കേന്ദ്രമുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞായറാഴ്ചകളിൽ ബലിയർപ്പണത്തിലുള്ള ശുദ്ധമായ കടമയെ അതിന് വിഘ്നം വരത്തക്ക രീതിയിൽ ഞായറാഴ്ചകളിൽ പോയി ശുശ്രൂഷ സംഘടിപ്പിക്കുന്നത് തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. പക്ഷെ നല്ല ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ, ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ആർക്ക് നല്ല കാര്യമല്ലേ പോയി പങ്കെടുക്കുക, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയുമല്ല. സുവിശേഷം ആർക്ക് വേണ്ടിയുള്ളതാണ്? സുവിശേഷം ലോക ജനതകൾക്ക് വേണ്ടി മുഴുവനും വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൂടെ ഒരുപാട് ആളുകൾ സഭയ്ക്ക് പുറത്തുള്ളവർ വചനം കേൾക്കാൻ ഇടയാകുന്നുണ്ട്. അതൊരു നന്മയല്ലേ? അതൊരു നന്മയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നന്മകളുള്ള തന്നെ തള്ളിക്കളയാനായിട്ട് ഒരിക്കലും ഇടയാവരുത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ സുവിശേഷം കേൾക്കുന്നതിനുള്ള വഴിയാണ് ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് സഭയുടെ ഔദ്യോഗികമായ ആരാധന നിർവഹിക്കപ്പെടേണ്ട ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന കൽപ്പന പ്രകാരമുള്ള ഞായറാഴ്ച ആചരണത്തിന് വിഘാതമാകാൻ പാടില്ല എന്ന കാര്യം. അതേസമയം ശുശ്രൂഷകൾ സജീവമായിട്ട് പോകുന്ന ആത്മാർത്ഥതയോടുകൂടി പണമോശമില്ലാതെ സമ്പത്തിന്റെ ആകാശമില്ലാതെ പോകണമെന്ന കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ പറഞ്ഞ ധ്യാന കേന്ദ്രത്തിന് ആളുകൾ നമുക്കറിയാവുന്നതാണ്. ആ അച്ഛനെ കണ്ട അങ്ങനെ എന്തൊരു സാധുവായ മനുഷ്യനെ, പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ. അപ്പൊ അതിന്റെ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ധ്യാന കേന്ദ്രത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരെ ആരെയും നിരുത്സാഹപ്പെടുത്തേണ്ട, നിരോധിക്കാൻ വേണ്ട. അത് സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് സഭ നിഷ്കർഷ പാലിക്കാൻ ധ്യാന കേന്ദ്രത്തിന് ചുമതലപ്പെട്ടവരും അത് കൃത്യമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അറിയിക്കാനുള്ളത്. താങ്ക് യു വെരി മച്ച്.